ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നമ്മുടെ കേറ്റിട്ട് എക്സാം എല്ലാം ആവാറായി ഒത്തിരി കൂട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോമൺ പെഡഗോജിയിൽ വരുന്ന ഭാഗങ്ങൾ എടുക്കാമോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്ത് പെഡഗോജി ഭാഗമുണ്ട്. 30 മാർക്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റുകാർക്കും ഇത് സ്പെസിഫിക്കലി ഈ ഒരു കാറ്റഗറിക്കാർക്ക് അങ്ങനെയല്ല. നമ്മുടെ ഒരു കോമൺ പെഡഗോജി സെഷൻ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഭാഗങ്ങളാണ്, ആ ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കുഞ്ഞു ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നമുക്കൊരു സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരു മാരത്തോൺ സെഷൻസ് തന്നെ ആയിരിക്കും. മേ ബി ഒരു 1 hour ആ ഒരു റേഞ്ചിലായിരിക്കും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ള എക്സാമിന് അത്രയുള്ള ടൈമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മാരത്തോൺ സെഷൻസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എല്ലാം തന്നെ ബ്രീഫായിട്ടും അതുപോലെ തന്നെ പോയിൻറ്റ്സ് ഒന്നും വിട്ടു പോവാതെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു പെഡഗോജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു സംഭവത്തിൻ്റെ മീനിങ്ങും ആ ഒരു അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് നോക്കാം. ദ വേർഡ് പെഡഗോജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പൈഡഗോഗിയ അല്ലെങ്കിൽ പൈഡഗോഗസ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീക്ക് വേർഡാണ് പൈഡഗോഗിയ അല്ലെങ്കിൽ പൈഡഗോഗസ് എന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇൻ വിച്ച് പൈഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എഗോഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് ചെയ്യുക എന്നാണ് അർത്ഥം. സോ അപ്പോൾ ഒരു വാക്കിൽ നിന്ന് നമുക്കൊരു മീനിങ് കിട്ടും. എന്താണ്? ടു ലീഡ് എ ചൈൽഡ്, കുട്ടിയെ നയിക്കുക, അല്ലെങ്കിൽ ടു ഗൈഡ് എ ചൈൽഡ്, കുട്ടിയെ ഗൈഡ് ചെയ്യുക എന്നൊരു അർത്ഥമാണ് ആ ഒരു വാക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പെഡഗോജി റെഫേഴ്സ് ടു എഡ്യൂക്കേഷണൽ സ്കൂൾസ് ഓഫ് തോട്ട് or philosophies advocating how children learn and how teachers should assist them in that learning process. അപ്പോൾ ഒരു പെഡഗോജിയിൽ മെയിനായിട്ട് വരുന്നത് കുട്ടികൾ എങ്ങനെ ലേൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആ ലേണിംഗ് പ്രോസസ്സിന് എങ്ങനെ അസിസ്റ്റ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പെഡഗോജിയിൽ മെയിനായിട്ട് വരുന്ന സംഭവം കേട്ടോ. ദ ടേം ജനറലി റെഫേഴ്സ് ടു സ്ട്രാറ്റജീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ഒരു പെഡഗോജി എന്ന് പറയുമ്പോൾ ആ ഒരു ടേം ജനറലി റെഫർ ചെയ്യുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. സ്ട്രാറ്റജീസ് ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് ഇത് മെയിനായിട്ട് റെഫർ ചെയ്ത് വരുന്നത് കേട്ടോ. ഇൻ ടേംസ് ഓഫ് ടീച്ചർ ട്രെയിൻ, നമ്മൾ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ആർട്ട് ഓഫ് ബീയിങ് എ ടീച്ചർ ഓർ സയൻസ് ഓഫ് ബീയിങ് എ ടീച്ചർ. അപ്പോൾ ഒരു ആർട്ട് ഓഫ് ബീയിങ് എ ടീച്ചർ അല്ലെങ്കിൽ ഒരു സയൻസ് ഓഫ് ബീയിങ് എ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ആണ്. ആൻഡ് ഫോക്കസസ് ഓൺ ടീച്ചിങ് ആസ്പെക്ട് ഇൻ പെർട്ടിക്കുലർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഗ്രീക്ക് വേർഡാണെന്ന് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ മീനിങ് പഠിച്ചു വയ്ക്കുക. ഇതാണ് മെയിനായിട്ട് വരുന്ന സംഭവം. ദെൻ കുട്ടികൾ എങ്ങനെ ലേൺ ചെയ്യുന്നു, ടീച്ചർ എങ്ങനെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യണം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പെഡഗോജി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡത്തെ കാര്യം ക്ലിയർ ആയിട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു മീനിങ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇനി നോക്കാം. ദ ടേം പെഡഗോജിക്കൽ അനാലിസിസ് which is made up of the words pedagogy and analysis. നമുക്കറിയാം പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ 2 വാക്കുണ്ട്, പെഡഗോജിയും ഉണ്ട് അനാലിസിസും ഉണ്ട് അല്ലേ. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് പറയാം? അനാലിസിസ് ബേസ്ഡ് ഓൺ പെഡഗോജി. പെഡഗോജി ബേസ്ഡുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ദ ഫ്രേസ് അനാലിസിസ്, ഈ അനാലിസിസ് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമുക്കതിന് സ്മോൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാലിസിസ് എന്ന് പറയുക അല്ലേ. സെയിം തന്നെയാണ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഡീകൺസ്ട്രക്റ്റിംഗ് എനിത്തിങ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് പീസസ്. അപ്പോൾ ഒരു കമ്പോണൻറ്റ് പീസസ് ആയിട്ട് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എലമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പോണൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ടോ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തതിനാണ് നമ്മൾ അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. നോക്കൂ, നമ്മൾ പറഞ്ഞു പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ പെഡഗോഗി ഉണ്ട്, ദെൻ അനാലിസിസ്, 2 വാക്കും വരുന്നതാണ്. അപ്പോൾ ഈ പെഡഗോജി എന്ന് പറഞ്ഞാൽ നമുക്ക് സയൻസ് ഓഫ് ടീച്ചിങ് എന്ന് നമുക്ക് പറയാം. ദെൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ എ കോംപ്ലക്സ് ഇൻ ടു സിംപ്ലർ, ദാറ്റ് മീൻസ് അല്ലെങ്കിൽ സ്മോളർ. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് സ്മോളർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സിസ്റ്റമാറ്റിക് ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് നല്ലൊരു സിസ്റ്റമാറ്റിക് ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അനാലിസിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, പെഡഗോജിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ പെഡഗോജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് ടീച്ചിങ് ആണ് നമുക്കറിയാം. അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രേക്ക് ഡൗൺ എ കോംപ്ലക്സ് ഇൻ ടു സ്മോളർ. ഒരു കോംപ്ലക്സ് ആയ ഒരു സംഭവത്തിന് സ്മോളർ ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നതാണ് പെഡഗോജിക്കൽ അനാലിസിസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക്
ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പെഡഗോഗിക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു മേക്ക് ദ ടീച്ചിങ് മോർ സിസ്റ്റമാറ്റിക്. അപ്പോൾ നമ്മുടെ ടീച്ചിങ് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവാൻ വേണ്ടിയിട്ടാണ്. ടു അനലൈസ് ദ കണ്ടന്റ് ഇൻ ടു മീനിങ് ഫുൾ കമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ ടീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് അല്ലെങ്കിൽ സംഭവമായിരിക്കും ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കണ്ടന്റ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക ആൻഡ് ഇൻ ടു മീനിങ് ഫുൾ കമ്പോണൻസ്. നമുക്ക് ചിലപ്പോൾ ഒരു കണ്ടന്റ് ഒറ്റയടിക്ക് നമുക്കത് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പോണൻറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ അതെല്ലാം എന്താ മീനിങ് ഫുൾ ആയിട്ട് ഉള്ള ഒരു കമ്പോണൻസ് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, ദെൻ കുട്ടികളിൽ നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ടു ആൻറ്റിസിപ്പേറ്റ് കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അപ്രോപ്രിയേറ്റ് ടു കണ്ടന്റ് ആൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ. അപ്പോൾ ഈ ഒരു കണ്ടന്റിനെ കറക്റ്റായിട്ട് നമ്മുടെ ആ കുട്ടികളുടെ ഏജിനും അതുപോലെ തന്നെ കുട്ടികളുടെ ഏത് സ്റ്റേജ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ദെൻ ടു ഐഡൻറ്റിഫൈ ദ എസെൻഷ്യൽ പ്രീവിയസ് നോളേജ് ഫോർ ലേണിംഗ് ദ കണ്ടന്റ്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് നോളേജ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ദെൻ ടു ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഇൻപുട്സ് റിക്വയർഡ് ഫോർ ദ ഇഫക്റ്റീവ് ട്രാൻസാക്ഷൻ ഓഫ് ദ കരിക്കുലം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു കരിക്കുലത്തിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ടൊരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻപുട്സ് വേണം എന്നുള്ള ഇൻപുട്സ് റിക്വയർഡ് ആണ് എന്നുള്ള കാര്യം ബ്രീഫ്ലി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ദെൻ ടു ഡിസൈൻ അപ്രോപ്രിയേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് അക്കോർഡിംഗ് ടു ദ കണ്ടന്റ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്. അപ്പോൾ കണ്ടന്റിനും ഒബ്ജക്റ്റീവിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്യുക. ദെൻ ടു ആൻറ്റിസിപ്പേറ്റ് പ്രോബബിൾ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ റെമഡീസ്. അപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കുക, അല്ലെങ്കിൽ മുൻകൂട്ടി കാണുകയും അത് അവർക്ക് വേണ്ടിയിട്ടുള്ള അതിന് പറ്റിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എല്ലാം കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഈ പെഡഗോജിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. ദെൻ ടു ഇനാബിൾ ദ ടീച്ചർ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് നടന്നു അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കറക്റ്റായി എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ത്രൂ ഇവാലുവേഷനാണ്. സോ അതിന് പറ്റിയ ഒരു അപ്രോപ്രിയേറ്റ് മോഡ്സ് ഓഫ് ഇവാലുവേഷൻ ടൂൾ നമ്മൾ സെലക്ട് ചെയ്തതിനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഈ പറഞ്ഞ പോലെ പെഡഗോജിക്കൽ അനാലിസിസിന് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഐഡിയ കിട്ടിയല്ലോ അപ്പോൾ എന്താണ് പെഡഗോജിക്കൽ അനാലിസിസ് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ട് ഒരു 5 ഒബ്ജക്റ്റീവ്സ് തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ടു അനലൈസ് ദ കരിക്കുലർ കണ്ടന്റ് ഇൻ ടു മീനിങ് കമ്പോണൻസ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കരിക്കുലർ കണ്ടൻറ്റ് മീനിങ് ഫുൾ കമ്പോണൻസ് ആയിട്ട് അനലൈസ് ചെയ്യുക. ദെൻ ടു ആൻറ്റിസിപ്പേറ്റ് കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോർ ഈച്ച് കമ്പോണൻറ്റ്. ഈ പറഞ്ഞ ഈച്ച് കമ്പോണൻറ്റിൻ്റെയും എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അല്ലേ. ദെൻ ടു ഐഡൻറ്റിഫൈ ദ പ്രീ റിക്യൂസൈറ്റ് ഇൻ ദ കരിക്കുലർ ഏരിയ. ആ കരിക്കുലർ ഏരിയ ഒരു കണ്ടന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രീ റിക്യൂസൈറ്റ്സ് നമ്മൾ പ്രീവിയസ് നോളജ് മനസ്സിലാക്കുക. ദെൻ ടു ഡിസൈൻ അപ്രോപ്രിയേറ്റ് ഒബ്ജക്റ്റീവ്സ് ബേസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് കണ്ടന്റ്. അപ്പോൾ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ ബേസ് ചെയ്തിട്ടും പറ്റുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക. ദെൻ ടു ആൻറ്റിസിപ്പേറ്റ് സ്ട്രാറ്റജീസ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ ഏതൊക്കെ ഇവാലുവേഷൻ ടൂൾസ് ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കുന്നതിനൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സെറ്റല്ലേ? ഇനി എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് അനാലിസിസ്, പെഡഗോജിക്കൽ അനാലിസിസ് ഓഫ് ദ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് എന്താണ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, ഈ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് ആ കണ്ടന്റിനെ അനലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ എസെൻഷ്യൽ സ്റ്റെപ്പ് ഇൻ പെഡഗോജിക്കൽ അനാലിസിസ്. അപ്പോൾ നമ്മുടെ പെഡഗോജിക്കൽ അനാലിസിസിന് ഒരു എസെൻഷ്യൽ സ്റ്റെപ്പാണ് ഈ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ടീച്ചിങ് ക്യാൻ ബി പോസിബിൾ ഓൺലി ഇഫ് ദ ടീച്ചർ ഹാസ് ഡീപ്പർ ഇൻസൈറ്റ് ഇൻ ദ കണ്ടന്റ് ടു ബി തോട്ട്. അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവ് ടീച്ചിങ് നടക്കണമെങ്കിൽ, പോസിബിൾ ആവണമെങ്കിൽ ടീച്ചർക്ക് എന്ത് വേണം, ആ ഒരു കണ്ടന്റ് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ആ കണ്ടന്റിനെ കുറിച്ചുള്ള നോളജ് വേണം. ഒരു ഡീപ്പർ ഇൻസൈറ്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ ഇഫക്റ്റീവ് ടീച്ചിങ് സാധ്യത ആവത്തുള്ളൂ, ദാറ്റ് മീൻസ് പോസിബിൾ ആവത്തുള്ളൂ. സോ കണ്ടന്റ് അനാലിസിസ് helps the teacher to delimit the content according to the needs and the levels of the students. അപ്പോൾ ഈ ഒരു കണ്ടന്റ് അനാലിസിസിലൂടെ എന്തിനാണ് സഹായിക്കുന്നത്, ടീച്ചർക്ക് അപ്പോൾ ഒരു കുട്ടിയുടെ ഏജും അല്ലെങ്കിൽ കുട്ടിയുടെ ആ സ്റ്റേജും മനസ്സിലാക്കണം എത്രമാത്രം കണ്ടന്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡീലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഇപ്പോൾ ഒരു 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10th ലെവലിൽ പഠിപ്പിച്ചു കൊടുത്ത് വലിയ കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, അവർ ആ ഒരു സ്റ്റേജിനും അവരൊരു ഏജിനനുസരിച്ച് മാത്രം നമ്മൾ ആ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്തെങ്കിലും ചില സമയം നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റത്തില്ല. സോ സംടൈംസ്
നമ്മൾ എന്ത് ചെയ്യണം, ഡീലിമിറ്റ് ചെയ്യണം. സോ ഡീലിമിറ്റ് ദ കണ്ടന്റ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ദ ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ അങ്ങനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് കൺവേ ചെയ്യാൻ വേണ്ടി അല്ലേ. സോ കണ്ടന്റ് അനാലിസിസ് ഈസ് ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് ദ കണ്ടന്റ് ഇൻ ടു കോൺസ്റ്റന്റ് മാസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അനാലിസിസ് ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ കണ്ടന്റിനെ എന്ത് ചെയ്യുന്നു, അതിനെ കോൺസ്റ്റന്റ് പാർട്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദി ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഫോർ ദിസ് ദ ടീച്ചർ ഹാസ് ടു ഗോ ത്രൂ ദ കണ്ടന്റ് തറാവലി. അപ്പോൾ ഒരു കണ്ടന്റിനെ ഈ പറഞ്ഞ അനാലിസിസ് ചെയ്യണമെങ്കിൽ ടീച്ചർക്ക് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു അറിവ് വേണം, നല്ലൊരു ഡീപ്പർ നോളജ് വേണം. സോ അതുകൊണ്ട് തന്നെ ടീച്ചർ ഹാസ് ടു ഗോ ത്രൂ ദ കണ്ടന്റ് തറാവലി ടീച്ചർ ആ ഒരു കണ്ടന്റുമായിട്ട് മുൻപോട്ട് പോകണം. സോ ദെൻ അതിനുശേഷം മാത്രം ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദ ടീച്ചർ ഹാസ് ടു ബ്രേക്ക് ദ ഹോൾ കണ്ടന്റ് ഇൻ ടു ഇറ്റ്സ് എലമെൻറ്റ്സ്. അതിനുശേഷം ടീച്ചർ എന്ത് ചെയ്യും, ഏതൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് കൺവേ ചെയ്യുക അല്ലേ. സോ അപ്പോൾ ഹോൾ കണ്ടന്റ് അതിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ആൻഡ് കാറ്റഗറൈസ് ദം ഇൻ ടു ടേംസ്. അപ്പോൾ ചിലത് നമുക്ക് ടേംസ് ആയിട്ടും ഫാക്ട്സ് ആയിട്ടും കോൺസെപ്റ്റ് ആയിട്ടും പ്രിൻസിപ്പിൾസ് ആയിട്ടെല്ലാം കാറ്റഗറൈസ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ കുട്ടികളിലോട്ട് എത്തിക്കുന്ന രീതിയിൽ, അതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടന്റ് അനാലിസിസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഒരു കണ്ടന്റ് അനാലിസിസിൻ്റെ ഒരു സ്റ്റേജസ് ആയിട്ട് എലമെൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ കണ്ടന്റ് അനലൈസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കണ്ടന്റ് അനാലിസിസ് എന്നും ബ്രേക്ക് ഡൗൺ ഓഫ് ദ കണ്ടന്റ് എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഒരു കമ്പോണൻസ് ആയിട്ട് നമ്മൾ മാറ്റുന്ന സമയത്ത് ഓരോന്നിനും എന്തുണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. സോ ആ ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരോ സംഭവം പഠിപ്പിക്കുന്ന സമയം ഇതാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ ഒരു എലമെൻറ്റിൽ നിന്നും ഇത്രയും സംഭവം കുട്ടിക്ക് പഠിക്കണം. അപ്പോൾ സോ ദാറ്റ് ഈസ് അവിടെ എന്താണ്, അവിടെ ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ നടക്കണം. അതിനുശേഷം എന്ത് സംഭവിക്കണം, അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഇതാണ് ഉദ്ദേശിക്കുന്ന സംഭവം നമ്മൾ അവിടെ നമ്മളെന്താ ഒരു ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ദെൻ പ്രൊസീഡ് ചെയ്ത് ദാറ്റ് മീൻസ് അവിടെ ഏത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്, സെലക്ഷൻ ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ടീച്ചിങ് മെത്തേഡ്സ് സെലക്ട് ചെയ്യുക. അത് കറക്റ്റ് ഇഫക്റ്റീവ് ആയി എന്നുള്ള കാര്യം അറിയുന്നത് ത്രൂ ഇവാലുവേഷൻ ആണ്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ ടൂൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. സോ സെലക്ഷൻ ഓഫ് ഇവാലുവേഷൻ ഡിവൈസസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടന്റ് അനാലിസിസിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടൊക്കെ വരുന്ന സംഭവം. സോ കണ്ടന്റ് അനാലിസിസ് ചെയ്യുന്നു. ദെൻ ആ ഒരു കണ്ടന്റിനെ എന്ത് ചെയ്യുന്ന, കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്സ് ആയിട്ട് ബ്രേക്കിംഗ് ചെയ്യുന്ന നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആ ഒരു പാർട്സിന് എല്ലാ പാർട്സും നമ്മൾ ഒബ്ജക്റ്റീവ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിന് പറ്റിയ ടീച്ചിങ് മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം സെലക്ഷൻ ഓഫ് ഇവാലുവേഷൻ ഡിവൈസസ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. ക്ലിയർ ആയല്ലോ, ഈസി ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം കേട്ടാൽ തന്നെ ഒരുപാട് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ പെഡഗോജിക്കൽ അനാലിസിസ് എല്ലാം ചെയ്യുന്നതിന് അഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടതാണ് കേട്ടോ. അപ്പോൾ താഴെ തന്നതിൽ പെഡഗോജിക്കൽ അനാലിസിസിന് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റാത്തത് ഏതാണ്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നോക്കൂ, ഇറ്റ് പ്രൊമോട്ട്സ് ഡീപ്പ് ആൻഡ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ഈ സംഭവം തന്നെയാണ് സെയിം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് തിങ്കിങ്ങിനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അനലിറ്റിക്കൽ തിങ്കിങ്ങിനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്കോപ്പ് ഫോർ ടീച്ചേഴ്സ് ഇൻഡിവിജ്വലിസം ബൈ സെലക്ഷൻ ഓഫ് ദ കണ്ടന്റ്. അപ്പോൾ ടീച്ചർ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് ഒന്ന് ടീച്ചർക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പും കൂടെ അവിടെ വരുന്നുണ്ട്. ബൈ സെലക്ഷൻ ഓഫ് ദ കണ്ടന്റ്, എങ്ങനെ കണ്ടന്റ് സെലക്ട് ചെയ്യും എന്ന രീതി നോക്കുകയാണെങ്കിൽ. ആൻഡ് ഹെൽപ്സ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ അവർ അക്കാഡമിക്കൽ അച്ചീവ്മെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ദെൻ ഇറ്റ് ഓഫേഴ്സ് എ സ്കോപ്പ് ഫോർ ക്ലാസ് റൂം ബേസ്ഡ് അസസ്മെൻറ്റ്. ഇതൊരു ക്ലാസ് റൂം ബേസ്ഡ് അസസ്മെൻറ്റിന് ഒരു സ്കോപ്പ് പറയുന്നുണ്ട് ഇതിലും. ദെൻ വേർ സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി ആൻഡ് എൻഗേജ്മെൻറ്റ് ഈസ് പ്രയോറിറ്റൈസ്ഡ് അലോങ് വിത്ത് ദ സ്കോപ്പ് ഓഫ് ഇമീഡിയറ്റ് ഫീഡ്ബാക്ക്, ഡയഗ്നോസിസ് ആൻഡ് റെമഡിയേഷൻ. ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ഫീഡ്ബാക്കും ഡയഗ്നോസിസ് റെമഡിയേഷൻ എല്ലാം പറയുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു എൻഗേജ്മെൻറ്റും ക്രിയേറ്റിവിറ്റിയും എല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ദെൻ ഇറ്റ് എസ്റ്റാബ്ലിഷ് സിഗ്നിഫിക്കൻറ്റ് കണക്ഷൻ ബിറ്റ്വീൻ വാട്ട് ഈസ് തോട്ട് ആൻഡ് വാട്ട് ഈസ് ടു ബി ടോട്ട്. അപ്പോൾ എന്ത് പഠിപ്പിച്ചു, എന്ത് പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. ദാറ്റ് മീൻസ് ഈ പെഡഗോജിക്കൽ അനാലിസിസിലൂടെ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ ചൈൽഡ് ഇൻ എംപവറിംഗ് ദം വിത്ത് ഐഡിയാസ് വിച്ച് ക്യാൻ ബി സോട്ട് ആസ് ക്ലൈം ബേസ്ഡ് യൂസിങ് ആർഗ്യുമെൻറ്റ്സ് യൂസിങ് ബോത്ത് ടെക്സ്റ്റ് ബുക്ക് എവിഡൻസ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞു ഇതൊരു സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വരുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം വെച്ച് കുട്ടികൾക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാനും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ പെഡഗോജിക്കൽ അനാലിസിസോ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ ഹൈലൈറ്റ് ചെയ്ത സംഭവങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ താഴെ തന്നതിൽ ഈ പറഞ്ഞ പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തത് പെഡഗോജിക്കൽ
ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ഒരു 5 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 5 പെഡഗോജിക്കൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇതിൽ പറയുന്നുണ്ട്. സോ ക്രിട്ടിക്കൽ തിങ്കിങ് പറയുന്നുണ്ട്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് പറയുന്നുണ്ട്, ദെൻ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഹെഡ്ലൈൻസ് ഈ ഒരു സംഭവം മാത്രം ഇങ്ങനെ ഓർത്താൽ മതി. മേ ബി ഇങ്ങനെയൊക്കെ തന്നെയാണ് എക്സാമിന് ചോദിക്കാറും ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്. ഇതും ഒരുപാട് ഡീപ്പായി പോകേണ്ട കാര്യമില്ല, ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത് നോക്കുക. കൊളാബറേറ്റീവ് ലേണിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ലേണർ സെൻറ്റേർഡ് പെഡഗോജിയാണ് പറയുന്നത്, ആക്റ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജനറലായിട്ട് കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഓർക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസിൽ വരുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ്, മോട്ടിവേഷൻ, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ലേണർ സെൻറ്റേർഡ് പെഡഗോജി, ആക്റ്റീവ് ലേണിംഗ് അസസ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് പെഡഗോജിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ പുതിയതായിട്ട് എഴുതുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പേടിക്കേണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടൻറ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു മാരത്തോൺ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോമൺ പെഡഗോജി ചോദ്യത്തിന് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കൊടുത്തരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമുക്ക് അടുത്തത് നമുക്ക് ജനറലായി ചോദിക്കുന്നതാണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ പറ്റുന്നത് ഏത്, അങ്ങനെ കുറേ ഒരു സാധാരണ രീതിക്ക് വരുന്ന ഒരു കോമൺ ആക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ക്ലാസ് റൂം എന്താണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം, ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നോക്കാം, ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് നമുക്കറിയാം അത് നമ്മളൊരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്. അപ്പോൾ ദ ടീച്ചർ സിംപ്ലി ബ്രിങ്സ് ഫോർവേഡ് ദ ലെസൺസ് വിത്തൗട്ട് യൂസിങ് എനി ഇഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റീവ് ഒരു ടീച്ചിങ് എയ്ഡ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ടീച്ചർ വരുന്നു, ലെസൺ എടുക്കുന്നു, പോകുന്നു. ദാറ്റ് മീൻസ് ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് ഈ ട്രഡീഷണൽ, നമ്മുടെ പഴയ കാലത്തെ ട്രഡീഷണൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അവിടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസും ഒന്നും ഇല്ല. അവിടെ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ടീച്ചിങ് എയ്ഡ്സ് ഒന്നും അവിടെ പ്രത്യേകിച്ച് യൂസ് ചെയ്യാറ്. ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രം പറയുന്നു, കൺവേ ചെയ്യുന്നു, പോകുന്നു. ദാറ്റ് ഈസ് അത് നമുക്ക് ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. അപ്പോൾ കുട്ടികളാണ് ഇവിടെ മെയിൻ താരങ്ങൾ കേട്ടോ. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം. അപ്പോൾ കുട്ടികൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ലേണിംഗ് പ്രോസസ്സ്. കുട്ടികൾ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? ദേ ക്യാൻ ഏബിൾ ടു കൺസ്ട്രക്റ്റ് നോളജ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളിവിടെ കൺവേ ചെയ്യുന്ന ഇൻഫർമേഷൻ അവർ തലയ്ക്ക് കിട്ടുന്നു, അത് ജസ്റ്റ് ഇങ്ങനെ ആൻസർ ഷീറ്റിൽ എഴുതുന്നു, ആ രീതിയല്ല. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ എക്സ്പീരിയൻസിലൂടെയും ത്രൂ ആക്ടിവിറ്റീസിലൂടെയും എല്ലാം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും എന്ന ഒരു വ്യൂ പോയിൻ്റാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പല ഓപ്ഷൻസും തന്നിട്ട് ഇത് താഴെ തന്നതിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ അല്ലാത്തത് ഏത്? അപ്പോൾ ഈ പറഞ്ഞ പോലെ പോയിന്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ടീച്ചർ സെൻട്രിക്. പേര് പോലെ തന്നെ അപ്പോൾ ടീച്ചർ സെൻട്രിക് ആണ് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ആരാണ് ആക്റ്റീവ്? ടീച്ചറാണ് ആക്റ്റീവ് കേട്ടോ. ഇൻ ദി ക്ലാസ് റൂം ഓർ ലേണിംഗ് പ്രോസസ്സ്. ഇപ്പോൾ ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറാണ് മെയിനായിട്ട് ആക്റ്റീവായിട്ട് വരുന്ന റോൾ വന്നാൽ അത് ടീച്ചർ സെൻട്രിക് ആണ്. ദെൻ വൈൽ ദ ലേണേഴ്സ് പാസീവ്ലി ലിസൺ ടു ദ ടീച്ചർ. അപ്പോൾ ഏകദേശം നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂം പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ലേണേഴ്സ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ലിസൺ ടു ദ ടീച്ചർ. ടീച്ചർ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ടിരിക്കുക, അല്ലാതെ ഇഫക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സും മറ്റൊന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് ഈ ഒരു ട്രഡീഷണൽ രീതി തന്നെയാണ് ടീച്ചർ സെൻറ്റേർഡ് ക്ലാസ് റൂമിലും വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇത് നമ്മുടെ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻസിലെല്ലാം കാണുന്നതാണ്. ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിൽ പെടുന്നത് ഏതാണ്, പെടാത്തത് ഏതാണ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് കാണും. സോ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? സെൽഫ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കും സ്വന്തമായിട്ട് ലേൺ ചെയ്യാം എന്നുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജസ്റ്റ് ടീച്ചർ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്കിത് കിട്ടത്തുള്ളൂ എന്നിങ്ങനെ രീതിയിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ സെൽഫ് ലേണിങ്ങിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ കരിക്കുലം എന്താണ്? കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടൊരു കരിക്കുലമാണ് പറയുന്നത്. ദെൻ നമുക്കറിയാം നമ്മുടെ മുമ്പുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ പല കഴിവുകളും ഉള്ള കുട്ടികളായിരിക്കും. സോ എല്ലാവർക്കും ഒരേപോലത്തെ ഒരു ടീച്ചിങ് മോഡൽ നമ്മൾ യൂസ് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഇഫക്റ്റീവ് ആവണമെന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ വെറൈറ്റീസ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ് ആണ് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. സോ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ വേരീഡ് അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇവിടെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് ടാസ്ക് ആക്ടിവിറ്റീസ് എല്ലാം വേരീഡ് ലേണിംഗ് ടാസ്ക് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ലേണിംഗ് ടാസ്ക്സും ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ്
എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നാണ് നമ്മൾ ചൈൽഡ് സെൻറ്റർ അപ്രോച്ചിൽ പറയുന്നത്. ദെൻ ലേണിംഗ് ടൈം, നമ്മുടെ ലേണിംഗ് ടൈം എന്ന് പറയുമ്പോൾ അതും വേരിഡ് ആണ്. ബിക്കോസ് നമുക്കറിയാം ഒരു കുട്ടി പെട്ടെന്ന് ചിലപ്പോൾ കാര്യം ക്യാച്ച് ചെയ്ത് വരും, പക്ഷേ വേറൊരു കുട്ടിക്ക് അതേപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ പറയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് എല്ലാം വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വേരിഡ് ആയിട്ടുള്ള ലേണിംഗ് ടൈം, നമുക്കവിടെ ടൈമിൻ്റെ കാര്യം നമുക്ക് എന്ത് പറയാൻ പറ്റുന്നതാണ്. ദെൻ വേരിഡ് മെത്തേഡ്സ് ഓഫ് അസസിങ് ചൈൽഡ്സ് പ്രോഗ്രസ്. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രസ് അസസ് ചെയ്യാൻ നമുക്ക് വെറൈറ്റീസ് ഓഫ് ടൂൾസ് നമുക്ക് യൂസ് ചെയ്തിട്ട് വേണം അസസ് ചെയ്യാനുള്ള കാര്യം പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിയല്ല, കുട്ടികൾക്കും റെഫർ ചെയ്തും മറ്റു ടെക്സ്റ്റ് ബുക്കുകൾ അല്ല, ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് എല്ലാം അവർക്ക് യൂസ് ചെയ്യും. സോ ഇതിനൊക്കെ എല്ലാം പ്രൊവിഷൻ പറയുന്നതാണ് നമ്മൾ ചൈൽഡ് സെൻറ്റർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷൻ, എല്ലാം ജസ്റ്റ് വായിൽ പറയല്ല, കുട്ടികളെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഡെമോൺസ്ട്രേഷൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയാണ് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ ഇത് ജനറലായിട്ട് ഒരു മാർക്കിന് 1 or 2 മാർക്കിന് നമ്മൾ സൈക്കോളജിയിലും ചോദിക്കാം, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്തും ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇനി പിന്നെ വരുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക, അപ്പോൾ നമ്മുടെ കോമൺ പെഡഗോജിയിൽ ചോദിച്ച, അതുപോലെ തന്നെ നമുക്കിനിയും ചോദിച്ച് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആണ്. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു വാരി ഇതായിട്ടൊന്നും പറയുന്നില്ല, കാരണം സമയം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് മെയിൻ പോയിൻറ്റ്സ് ഒന്നും വിട്ടു പോവാതെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുക എന്നതാണ് മാത്രമേ ലക്ഷ്യമുള്ളൂ കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് മാർക്ക് അടിച്ച് കയറണം അല്ലേ. നമുക്കറിയാം കേട്ടിട്ട് മേ ബി 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ പോയവരുണ്ട്, അവർ ഭയങ്കര വിഷമിച്ചായിരിക്കും മിക്കവാറും. എങ്ങനെ 1 മാർക്കിന് പോകാമെന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായിട്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇപ്രാവശ്യത്തെ കേട്ടാൽ നമ്മുടെ യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്നും അങ്ങനെ പോകരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും സൈക്കോളജി പെഡഗോജി നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. കാരണം കുറച്ച് കാര്യങ്ങൾ ഐഡിയാസ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്ത് പോകാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് ജനറലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണും ഡിഡക്റ്റീവ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. എല്ലാവരും നമ്മുടെ സബ്ജക്റ്റിൻ്റെ അകത്തും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയുടെ അകത്തും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കുക. ഇൻഡക്റ്റീവ് റീസണിങ് മീൻസ് ഇറ്റ് മൂവ്സ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ബ്രോഡർ. അപ്പോൾ സ്പെസിഫിക് ടു ജനറലൈസേഷൻ എന്നല്ല, സ്പെസിഫിക് ടു ജനറൽ എന്നാണെങ്കിൽ അത് ഇൻഡക്റ്റീവ് ആണ്. ദെൻ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മളൊരു എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ അതെന്താ, അപ്പോൾ ജനറൽ ടു പെർട്ടിക്കുലർ അല്ല, നമ്മൾ സാധാരണ അത് DGP എന്നാണ് മിക്കവാറും എല്ലാവരും ഓർത്തു. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, DGP, ജനറൽ ടു പെർട്ടിക്കുലർ. ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഒരു പെർട്ടിക്കുലർ റീസൺ സ്പെസിഫിക് കൺക്ലൂഷൻ എത്തുവാണെങ്കിൽ അതെന്താണ്, ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ദെൻ ഇൻഡക്റ്റീവ്, അപ്പോൾ ടീച്ചർ ഓരോ സ്പെസിഫിക് എക്സാമ്പിൾസ് പറഞ്ഞ ശേഷം ഒരു ജനറൽ കൺക്ലൂഷനിൽ എത്തുന്നു എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് അതെന്താണത്, ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അപ്പോൾ ഇത് 1 മാർക്കിന് ഷോർട്ടായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡ് സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുവാണെങ്കിൽ ഇൻഡക്റ്റീവ് ആണ്. അതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ജനറലിൽ നിന്നും വരുവാണെങ്കിൽ അതെന്ത് പറയും, നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം അപ്പോൾ 1 മാർക്ക് ഉറപ്പിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പെടാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഡെവലപ്പ് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്. അപ്പോൾ സോഷ്യൽ സ്കിൽസും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. കുട്ടികൾ ആക്റ്റീവ് ലേണറൊക്കെ, ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികൾ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എഡ്യൂക്കേഷൻ ഫോർ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രറ്റിക് വാല്യൂസ് എല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് പറയുന്നത്. ദെൻ കൊളാബറേറ്റീവ് ആൻഡ് കോഓപ്പറേറ്റീവ് ലേണിംഗ്. അപ്പോൾ ഒറ്റയ്ക്കല്ല, കുട്ടികൾ തമ്മിലുള്ള കോപ്പറേഷനും അതുപോലെ തന്നെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പറയുന്നത്. ലേണിംഗ് ആസ് ഒപ്പോസ്ഡ് ടു റോട്ട് നോളജ്. അപ്പോൾ ഇവിടെ എന്താണ് റോട്ട് നോളജ്, ജസ്റ്റ് ഒരു കാണാപ്പാഠം പഠിക്കുന്ന രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ജസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ലേണിംഗ് ആസ് ഒപ്പോസ്ഡ് ടു റോട്ട് നോളജ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് എന്ത് ചെയ്യുന്നു, ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിനാണ് ഇവിടെയും വരുന്നത്. റോട്ട് ലേണിംഗ് എന്ത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആയിക്കോട്ടെ, ടൈം ടേബിൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ്, ഇപ്പോൾ എല്ലാം ഫ്ലെക്സിബിൾ ആണല്ലോ. അപ്പോൾ ഒരിക്കലും നിർബന്ധിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവാൻ പറ്റുന്ന രീതിയൊന്നും നമുക്കിപ്പോൾ ഇല്ല അല്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിളും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാമാണ് ഇത് പറയുന്നത്. ദെൻ ലൈഫ് ലോങ് ലേണിങ്ങിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്കിൽസിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് കരിക്കുലം ഫോക്കസ്ഡ് ഓൺ തീമാറ്റിക് യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റ്സിൻ്റെ ബേസിലെല്ലാം കരിക്കുലംസിനെ ഒന്ന് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് കരിക്കുലം അങ്ങനെ ഓർത്താൽ മതി. ഇൻ്റഗ്രേറ്റഡ് കരിക്കുലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന
കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ എംഫസിസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തെടുത്ത് നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. പ്രോബ്ലം സോൾവിങ്ങിനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഡി എംഫസിസ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കുക എന്ന് ഒരിക്കലും പറയുന്നത് നമ്മുടെ NCF എല്ലാം വന്ന സമയത്ത് എല്ലാം പറഞ്ഞിരുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കാര്യം പഠിക്കുക, അതിലൂടെ മാത്രമേ നോളജ് കിട്ടില്ല എന്നിങ്ങനെ രീതിയല്ലാതെ എംഫസിസ് മൾട്ടിപ്പിൾ റിസോഴ്സസ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വളർന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അല്ലേ. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുട്ടികളുടെ മുമ്പിൽ. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എന്നിങ്ങനെ രീതി മാറിക്കഴിഞ്ഞു. സോ ഡി എംഫസിസ് ഓൺ ടെക്സ്റ്റ് ബുക്കാണ്. എംഫസൈസ് മൾട്ടിപ്പിൾ റിസോഴ്സസിനെ എംഫസൈസ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണിത്. ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. വിച്ച് എഡ്യൂക്കേഷൻ ഈസ് ഓഫേർഡ് ത്രൂ നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സസ് ഒക്കെ ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ഈ ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുക. ദെൻ ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? യൂസിങ് ത്രൂ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പഠിക്കില്ല. ഇറ്റ് റെഫേഴ്സ് ടു എ മോഡേൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ്. എഡ്യൂക്കേഷൻ ഈസ് ഓഫേർഡ് ത്രൂ ദി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതർ ഡിജിറ്റൽ ഡിവൈസസിലൂടെ വരുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ലേണിംഗ് കോഴ്സസ് എന്നൊക്കെ പറയാറില്ല. ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിസൈൻ ടു അഡ്രസ് ദ സ്പെസിഫിക് നീഡ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻസ്. അപ്പോൾ ഡിസേബിൾഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മേ ബി ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അങ്ങോട്ടും തെറ്റിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ HSA ലെവലിലൊക്കെ ഒരു ചോദിച്ച് കാണുന്നൊരു സംഭവമാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ കേട്ടിട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. സോ നമുക്ക് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനൊക്കെ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു കണക്ട് ചെയ്ത് വരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് ഷോർട്ടായിട്ട് OB എന്ന് പറയും. ഫോക്കസ് ഓൺ റിസൾട്ട്സ്. നമ്മൾ പറഞ്ഞ ഔട്ട്കം ആ ഒരു പേര് പോലെ തന്നെ റിസൾട്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതാണ് റാദർ ദൻ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിനെക്കാളും കൂടുതൽ നമ്മൾ ആ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ OB ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു അച്ചീവ് ദ ഡിസയേർഡ് ആൻഡ് സ്പെസിഫൈഡ് ഔട്ട്കംസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് അച്ചീവ് ദ സ്പെസിഫൈഡ് ആൻഡ് ഡിസൈഡ് ഔട്ട്കം. ആ ഡിസൈഡ് ഔട്ട്കം അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നമ്മുടെ എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിസൾട്ട് അതിനെ ഫോക്കസ് ചെയ്ത് വരുന്നതാണ് ഈ പറഞ്ഞ ഔട്ട്കം ബേസ്ഡ്. ബാക്കി തന്നെ ഉണ്ട് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഇതും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം അല്ല. കാരണം നമുക്കിങ്ങനെ മോഡേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ജസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ഒരു വട്ടം കേട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ സ്കിൽസ്, കോമ്പീറ്റൻസി ആൻഡ് റിയൽ വേൾഡ് എക്സ്പീരിയൻസസ്. ഇവിടെ പ്രാക്ടിക്കൽ സ്കിൽസിനും കോമ്പീറ്റൻസീസ്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? ജസ്റ്റ് കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. സോ എംഫസിസ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് കണ്ടന്റ് നോളജ് ആണ്. ഇനി അടുത്തത് ടെൻസ് ടു എൻഗേജ് സ്റ്റുഡൻസ് മോർ ആക്റ്റീവ്ലി ഇൻ ദിയർ ലേണിംഗ് പ്രോസസ്സ്. ഇതും നമ്മുടെ ഒരു കൺസ്ട്രക്റ്റിവിസമായിട്ട് വരുന്ന സംഭവം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എൻഗേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ടെൻസ് ടു എൻഗേജ് സ്റ്റുഡൻസ് മോർ ആക്റ്റീവ്ലി ഇൻ ദിയർ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ അവർ കുട്ടികൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്താണ്? റിലൈസ് മോർ ഓൺ പാസീവ് ലേണിംഗ് ആണ്. അപ്പോൾ ടീച്ചർക്ക് മെയിൻ റോൾ വരും. സോ ഇവിടെ എന്താണ്? കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പാസീവ് ലേണേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലീൻ മോർ ടുവേർഡ് തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ദാൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്താണ്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പകരം എന്താണ്? തിയറട്ടിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. ഇറ്റ് ഇൻഹെറൻ്റ്ലി ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് സൊസൈറ്റി നീഡ്സ്. അപ്പോൾ നമ്മുടെ ചേഞ്ചസ് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് 21st സെഞ്ച്വറിയിലാണ്. സോ അതിൽ വരുന്ന ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ വരുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ നീഡ്സിനും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചേഞ്ചസിനും അനുസരിച്ചിട്ടുള്ള ആ ഒരു
രീതി ഫ്ലെക്സിബിൾ ആയിട്ടൊരു സംഭവമാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് മേ എംഫസിസ് എസ്റ്റാബ്ലിഷ് നോളജ് റാദർ ദാൻ കറണ്ട് ട്രെൻഡ്സ് ഒന്നും പ്രത്യേകിച്ച് നോക്കുന്നില്ല, എന്താണാവോ നോളജ് ആ ടെക്സ്റ്റ് ബുക്കിലെ കാര്യം ജസ്റ്റ് അത് കൺവേ ചെയ്യും. എന്നാൽ സാധാരണ ഒരു രീതി തന്നെയാണ് ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷന് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കറണ്ട് ട്രെൻഡ്സിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ വരുന്നില്ല. കൂടുതലും തിയറിറ്റിക്കലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ വരുന്നതാണ് നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് ഒരു 5 പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അവിടെ ക്ലിയർ ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഉണ്ടാവും. ദെൻ അലൈൻമെൻറ്റ് വിത്ത് ഇൻഡസ്ട്രിയൽ നീഡ്സ്, നമ്മൾ പറഞ്ഞു കറണ്ട് ട്രെൻഡ്സിനും അനുസരിച്ചാണ്. സോ ആ ഒരു ഇൻഡസ്ട്രിയൽ നീഡ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങളെല്ലാം, എങ്ങനെ ഔട്ട്കം വരണം അല്ലെങ്കിൽ ഏത് ഔട്ട്കം അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ദെൻ നമുക്കറിയാം ഇവിടെ എന്താണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് വരുന്നത്. ദെൻ ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെൻറ്റും ഇവാലുവേഷനും എല്ലാം ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ അടുത്തൊരു ഷോർട്ട് ടോപ്പിക്കാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, CCE ഫുൾ ഫോം പഠിക്കുക കേട്ടോ. CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ദെൻ ശ്രദ്ധിക്കുക, ഇറ്റ് എംഫസിസ് കണ്ടിന്യൂറ്റി ആൻഡ് റെഗുലാരിറ്റി ഓഫ് അസസ്മെൻറ്റ്. നമ്മുടെ അസസ്മെൻറ്റിൽ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ റെഗുലാരിറ്റീന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് CCE എന്ന് പറയുന്നത്. ദെൻ അസസിങ് ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് കോ സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ചൈൽഡ് ഗ്രോത്ത്. ഇത് ഒത്തിരി പ്രാവശ്യം മിക്കവാറും ചോദിക്കുന്ന സംഭവമാണ്. ഈ സ്കോളാസ്റ്റിക് ആസ്പെക്റ്റും അതുപോലെ തന്നെ കോ സ്കോളാസ്റ്റിക് ആസ്പെക്റ്റും അതിന് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതാണ് CCE ആണ്. അസസിങ് സ്കോളാസ്റ്റിക്, അത് കുട്ടികളുടെ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ CCE എന്ന് പറയുന്നത്. എംഫസിസ് തോട്ട് പ്രോസസ് ആൻഡ് ഡി എംഫസിസ് മെമ്മറൈസേഷൻ ആസ് CCE ഇൻക്ലൂഡ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ CCE എന്ന് പറയുമ്പോൾ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും, ദാറ്റ് മീൻസ് അവർ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, മെൻ്റൽ അങ്ങനെ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അവർ തോട്ട് പ്രോസസ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പകരം ആൻഡ് ഡി എംഫസിസസ് മെമ്മറൈസേഷന് എന്ത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേസമയം കാണാപ്പാഠം പഠിക്കുക, റീകോൾ അങ്ങനത്തെ ഒരു രീതിക്ക് അങ്ങനത്തെ ഒരു സംഭവം റോട്ട് മെമ്മറൈസേഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി മേക്കിംഗ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പോയിന്റ്സ് പറയുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റായിട്ടല്ല കൂടുതലും ചോദിക്കുന്നത്. താഴെ തന്നതിൽ CCയുടെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഓപ്ഷൻ ഏതാണ് എന്നിങ്ങനെയാണ് നമുക്ക് ചോദിക്കുക ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിൻറ്റ്സുകൾ നമുക്ക് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഭാഗം സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കൂ, മേക്കിംഗ് ഇവാലുവേഷൻ ആസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ CCEയിലും ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻ്റഗ്രൽ പാർട്ടാണ്. കാരണം എന്താണ്, കുട്ടികളുടെ ലേണിംഗ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു സബ്മിറ്റ് ഒരു ഇവാലുവേഷനിലൂടെ നോക്കുന്ന ഒന്നല്ല, പകരം അവർ റെഗുലറായിട്ട് അല്ല കണ്ടിന്യൂസ് ആയിട്ട് അവർ അസസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് അവർ ഡയഗ്നോസ് ചെയ്തിട്ട് അവർക്ക് അതിന് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള റെമഡിയൽ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം CCEയിൽ കറക്റ്റായിട്ട് എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. സോ എന്ത് പറയുന്നു, മേക്ക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് ത്രൂ ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ടീച്ചിങ്. ഓക്കെ ആണല്ലോ. ഇനി ഇവാലുവേറ്റിംഗ് ചൈൽഡ് കോംപ്രിഹെൻസീവ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ കോഗ്നിറ്റീവ് ഓർ ഇൻ്റലക്ച്വൽ ഫംഗ്ഷനിങ്. അപ്പോൾ കുട്ടികളെ ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ പഴയ ട്രഡീഷണൽ രീതി എന്ന് പറയുമ്പോൾ എന്താണ്, അവർ ഇൻ്റലക്ച്വൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ അവർ കോഗ്നിറ്റീവ് പരമായിട്ടുള്ള ആ ഒരു അവർ എത്രമാത്രം നോളേജ് കിട്ടി എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ എന്താണ് അവരൊരു ഇവാലുവേഷനാണ് പറയുന്നത്. സോ ഇവാലുവേറ്റ് ചൈൽഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് നമ്മുടെ CCE സജസ്റ്റ് ചെയ്യുന്നത്, റാദർ ദാൻ ഫോക്കസിങ് ഓൺലി ഓൺ കോഗ്നിറ്റീവ് ഓർ ഇൻ്റലക്ച്വൽ ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റലക്ച്വൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു കോഗ്നിറ്റീവ് പരമായിട്ടുള്ള കഴിവ് മാത്രമല്ല, കുട്ടികൾക്ക് അതല്ലാതെ നമ്മൾ കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കുട്ടികൾ കഴിവുള്ള പിള്ളേരാണല്ലേ. സോ അതെല്ലാം തന്നെ കണക്കാക്കണം എന്നാണ് പറയുന്നത്. എൻഷുറിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ CCEയുടെ കുട്ടികളുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ആണ് പറയുന്നത്. ഇൻക്ലൂഡിങ് നമ്മൾ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഗ്നിറ്റീവ് പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഓഫ് കോഗ്നിറ്റീവ്, സൈക്കോമോട്ടർ, എഫക്റ്റീവ് ഡൊമൈൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി പഠിക്കുമ്പോൾ ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ് എന്ന് പഠിപ്പിക്കാറുണ്ട് അല്ലേ.
നമുക്ക് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൊഗ്നിറ്റീവ് വെർബായിട്ടുള്ള കാര്യം മാത്രമല്ല, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സൈക്കോമോട്ടോർ ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ എല്ലാം വരുന്നതാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാം, കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ് CCE ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. എൻഷുറിങ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് ഈ പറഞ്ഞ കൊഗ്നിറ്റീവും സൈക്കോമോട്ടറും എഫക്റ്റീവ് ഡൊമൈൻ എല്ലാം വരും. ഓക്കെ. ദെൻ ഇവാലുവേറ്റ് എവറി ആസ്പെക്ട് ഓഫ് ചൈൽഡ് ഡ്യൂറിങ് ദ പ്രസൻസ് അറ്റ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും, കുട്ടികൾ സ്കൂളിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡെവലപ്പിംഗ് എ സ്റ്റുഡൻസ് കൊഗ്നിറ്റീവ് സൈക്കോമോട്ടർ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻസ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ ഈ ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ് ആണ്. സോ ഇതിലെല്ലാം തന്നെ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ CCE എന്ന് പറയുന്ന സംഭവത്തിന് ഒരു കണ്ണു വേണമെന്നാണ് പറയുന്നത്. സോ ഡെവലപ്പിംഗ് സ്റ്റുഡൻസ് കൊഗ്നിറ്റീവ് സൈക്കോമോട്ടർ ആൻഡ് എഫക്റ്റീവ് ഡൊമൈൻസ്. Then assessing both scholastic and co-scholastic aspects of child's growth. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്കോളാസ്റ്റിക്കും അല്ലെങ്കിൽ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ഏരിയാസ് എല്ലാം തന്നെ അസസ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് CCEയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ദെൻ അടുത്ത് നമ്മൾ കാണുന്ന ഒന്നാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നോക്കൂ, ദ വേർഡ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. ഇത് ഹ്യൂറിസ്കോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന വാക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം വിച്ച് മീൻസ് ഐ ഫൈൻഡ്, ഐ ഡിസ്കവർ എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഹ്യൂറിസ്കോ നിന്നാണ്, വിച്ച് മീൻസ് ഐ ഫൈൻഡ് അല്ലെങ്കിൽ ഐ ഡിസ്കവർ എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നോക്കൂ, ദിസ് മെത്തേഡ് ഇംപ്ലൈസ് ദാറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് സ്റ്റുഡൻസ് ഷാൾ ബി ദാറ്റ് ഓഫ് ദ ഡിസ്കവറേഴ്സ് ആൻഡ് നോട്ട് ഓഫ് പാസീവ് റിസീപ്പിയൻസ് ഓഫ് നോളജ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലും എന്ത് തന്നെയാണ് പറയുന്നത്, കുട്ടികളെ ഒരു ഡിസ്കവറേഴ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്, പകരം അല്ലാതെ നോളജ് ജസ്റ്റ് ഒന്ന് റിസീവ് ചെയ്യുന്ന പാസീവായിട്ടുള്ള റിസീപ്പിയൻസ് ആയിട്ടല്ല കാണുന്നത്. ഓക്കെ. ദ സ്റ്റുഡൻസ് ആർ പുട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറർ. അപ്പോൾ ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ കുട്ടികൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്കവറർ ആയിട്ടാണ്, ഒരു പോസ്റ്റിലാണ് അവർ കാണുന്നത്. ഓക്കെ. ഇനി ഇതിനെ കുറിച്ച് പ്രത്യേകത നോക്കുക. ട്രൈങ് ദ മീൻസ് സയൻറ്റിഫിക് എൻക്വയറി. അപ്പോൾ അവർ സയൻറ്റിഫിക് എൻക്വയറിയിലോട്ടൊക്കെ ഒന്ന് ട്രൈൻ ചെയ്യുക. അതൊക്കെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്ന സംഭവമാണ്. ഡെവലപ്പിംഗ് പ്രോസസ് സ്കിൽസ് റാദർ ദൻ ട്രാൻസാക്ടിങ് ദ നോളജ്. അപ്പോൾ നോളജ് ജസ്റ്റ് ട്രാൻസാക്ട് ചെയ്യുക എന്ന രീതി അല്ലാതെ പകരം കുട്ടികളിൽ പ്രോസസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. ദെൻ കുട്ടികളുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് നോക്കൂ. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം, എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ ഡൂയിങ്, പ്ലേ വേ, ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രിൻസിപ്പിൾ ഫോളോഡ് ഇൻ ദി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം വരും, എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ ഡൂയിങ്, പ്ലേ വേ മെത്തേഡ് എല്ലാം അല്ലെങ്കിൽ പ്ലേ വേ ഈ പറഞ്ഞ എല്ലാ പ്രിൻസിപ്പിൾസിനും ഫോളോ ചെയ്ത് വരുന്നതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹ്യൂറിസ്റ്റിക് ടെക്നിക് ഈസ് എ ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ലേൺ ഓൺ ദെയർ ഓൺ ആൻഡ് യൂസ് ദർ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് ടു ഫൈൻഡ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ഹ്യൂറിസ്റ്റിക് ടെക്നിക്ക് എന്ന് പറയുന്ന ടീച്ചിങ് അപ്രോച്ചാണ്. അതിൽ ഇറ്റ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ലേൺ ഓൺ ദെയർ ഓൺ. അപ്പോൾ കുട്ടികൾക്ക് സ്വയം ലേൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ പറയുന്നത്. ആൻഡ് യൂസസ് അവരുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ്, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. Rather than providing pupils with answer directly, the teacher acts as a guide, encouraging them to think critically and research solutions on their own. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുട്ടികൾ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കൺവേ ചെയ്യുക എന്ന രീതിയല്ല, പകരം ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഗൈഡായിട്ടാണ് അല്ലേ. അപ്പോൾ ടീച്ചർ അവരെ എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത്, ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാനും അവർക്ക് സ്വന്തമായി റിസർച്ച് പോലെ അവരത് കണ്ടെത്തി അവർ സ്വന്തമായിട്ട് അവരായിട്ട് ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് ടീച്ചർ അസിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ദിസ് മെത്തേഡ് പ്രൊമോട്ട്സ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലേണിംഗ് പ്രോസസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻക്വയറി. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ലേണിംഗ് പ്രോസസ്സ്. അവർ ക്രിയേറ്റിവിറ്റിയും ഇൻക്വയറി എല്ലാം ആ ഒരു സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് എസ്പെഷ്യലി വെൽ ഇൻ ഡിസിപ്ലിൻ ദാറ്റ് നീഡ് തിങ്കിങ്, അനാലിസിസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ എന്ത് വേണം, നല്ലൊരു വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള തിങ്കിങ്, അനാലിസിസ്, എക്സ്പെരിമെൻറ്റേഷൻ എല്ലാം വേണ്ട ഒരു സംഭവമാണ് അല്ലേ. ത്രൂ എക്സ്പീരിയൻസസ്, ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ സ്റ്റുഡൻസ് ഡെവലപ്പ് ക്യൂരിയോസിറ്റി, കോൺഫിഡൻസ് ആൻഡ് എ ബ്രോഡർ അവയർനെസ് ഓഫ് ദ വേൾഡ്. അങ്ങനെ എക്സ്പീരിയൻസിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അവർ ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാക്കാനും അതുപോലെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ആ വേൾഡിന് കുറച്ചും കൂടി നമ്മുടെ ഈ മുമ്പിലുള്ള വേൾഡിന് ടീച്ചർ എന്താണ് പറയുന്നത് അതല്ല വേൾഡ്, അതിലപ്പുറം അവർക്ക് സ്വന്തമായിട്ട് കണ്ടെത്താനും കുറേ കാര്യങ്ങൾ അവർ സെൽഫായിട്ട് അറിയാനും സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾ ആൻസർ ഐഡിയ മനസ്സിലാക്കി ആൻസർ ചെയ്യണം കേട്ടോ.
ദെൻ അടുത്തൊരു മെത്തേഡാണ് പ്രോജക്റ്റ് മെത്തേഡ് അല്ലേ. പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ കിൽപാട്രിക് ഈ പേരൊക്കെ ഓർത്ത് വെച്ച് ഈ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നതാണ്. ഡാഷ് ഈസ് എ ഹോൾ ഹേർട്ട് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഇൻ പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഇത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഡാഷ് ഈസ് ദ ഹോൾ ഹേർട്ടഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവിയോൺമെൻറ്റ്. അത് പ്രോജക്റ്റ് മെത്തേഡ്. താഴെ ഇതുപോലെ ലെക്ചർ മെത്തേഡ്, പ്രോജക്റ്റ് മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് തരാറുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് മെത്തേഡിന് ഈ ഒരു ഡെഫിനിഷൻ റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു PYQ ആണ് കേട്ടോ. അപ്പോൾ ഈ പ്രോജക്റ്റ് മെത്തേഡ് ഈസ് എ ഹോൾ ഹേർട്ടഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവിയോൺമെൻറ്റ്. ഇങ്ങനത്തെ ഡെഫിനിഷൻ തന്നത് ആരാണ്? വില്യം കിൽപാട്രിക്. ഇതും PYQ ആണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആര് തന്ന ഡെഫിനിഷനാണ് എന്നിങ്ങനെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ വില്യം കിൽപാട്രിക്കിന് ഈ ഒരു ഡെഫിനിഷനും പഠിക്കണം, പ്രോജക്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞതും എന്നും കൂടി പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ വില്യം കിൽപാട്രിക്കിൻ്റെ പ്രോജക്റ്റ് മെത്തേഡിൻ്റെ ഡെഫിനിഷനാണ് ഇറ്റ്സ് എ ഹോൾ ഹേർട്ടഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവിയോൺമെൻറ്റ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തതോ നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്തത് J.S. സ്റ്റീവൻസൻ്റെ ഒരു ഡെഫിനിഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എ പ്രോജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരി ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചോദിക്കാറുണ്ട്, ഡാഷ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരി ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ് എന്ന് ചോദിക്കണം. അത് പ്രോജക്റ്റാണ്. മേ ബി പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെൻറ്റ് എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലും പഠിച്ചു വയ്ക്കുക. അത് ആരുടേതാണ് എന്നാണ്? J.S. സ്റ്റീവൻസൻ്റെ ആണ്, അതും പഠിച്ചു വയ്ക്കുക. ഇതും നമുക്ക് റയറായിട്ടൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും മിക്കവാറും ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് ഈ പ്രോജക്റ്റ് മെത്തേഡ് കേട്ടോ. ഇനി പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് സ്റ്റെപ്സ് കാണാറുണ്ട് എക്സാമിന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സ്റ്റെപ്സ് എല്ലാം പറയാം. ജനറലി നമുക്ക് വരുന്ന ഒരു 5 സ്റ്റെപ്സ് ഓഫ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അതും പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യല, പ്രോപ്പർ പ്ലാനിങ് ആണ്. ദെൻ അതിനുശേഷം എക്സിക്യൂട്ടിങ് ദ പ്രോജക്റ്റ്, ദെൻ ഇവാലുവേഷൻ ചെയ്യുക, ദെൻ റെക്കോർഡിങ്. ഇത്രയാണ് സാധാരണ നോർമലി കാണുന്ന പ്രോജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സാധാരണ കാണുന്ന ഒരു 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ പ്രോജക്റ്റ്, പ്രോപ്പർ പ്ലാനിങ് ചെയ്യുക, എക്സിക്യൂട്ടിങ് ദ പ്രോജക്റ്റ് ആണ്, ഇവാലുവേഷൻ, റെക്കോർഡ്. ഇതിൽ കുറച്ച് വേറെ ചെറിയ വ്യത്യാസങ്ങളായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്സ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് എന്തായാലും ഇതുപോലെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസിന് പെഡഗോജി സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് 2-3 ടൈപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഈസിയാവും. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മുടെ ചോദിക്കുന്ന അടുത്തൊരു മെത്തേഡ് എന്താണ്? ലെക്ചർ മെത്തേഡാണ്. അപ്പോൾ നമുക്കറിയാം ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് വല അങ്ങോട്ട് അടിക്കുക അല്ലേ, വായിട്ടെടുക്കുന്നൊരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് ഉണ്ട്, എന്താണെന്നറിയോ? അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീവിയസ് ഡിസ്കഷൻ ചെയ്ത സമയത്ത് പറഞ്ഞതായിരുന്നു, ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് ടു കൺവേ ഫാക്ച്വൽ നോളേജ് ടു ലാർജ് ഓഡിയൻസ് ഇൻ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. ചുരുങ്ങിയ സമയം കൊണ്ട് ലാർജ് ഓഡിയൻസിന് മുമ്പത്ത് നമ്മളൊരു ഫാക്ച്വൽ നോളേജിനെ കൺവേ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് എ ടീച്ചർ ഡെലിവറിങ് ഇൻഫർമേഷൻ ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ത്രൂ ഓറൽ പ്രസൻറ്റേഷൻ. ഓറൽ പ്രസൻറ്റേഷനോ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് മുമ്പിൽ ടീച്ചർ ഡെലിവർ ചെയ്യുന്ന ഇൻഫർമേഷൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ടീച്ചർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. അപ്പോൾ ശരിക്കും ഇത് നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. സംടൈംസ് ഈ ലെക്ചർ മെത്തേഡ് നമുക്ക് ഇഫക്റ്റീവ് നല്ല രീതിയിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇഫക്റ്റീവ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മളിപ്പോൾ കൂടുതലും ഫോളോ ചെയ്യുന്നത് നമ്മുടെ കൺസ്ട്രക്റ്റീവ്സ് ഈ ലെക്ചർ മെത്തേഡ് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡാഷ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കൺവേ ഫാക്ച്വൽ നോളേജ് ടു ലാർജ് ഓഡിയൻസ് ഇൻ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. ഈ സെയിം ഡയലോഗ് തന്നെയാണ് എക്സാമിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഏതാണ് എന്നിങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു മെത്തേഡ് ഏതാണെന്ന് ചോദിക്കുക. നമുക്കറിയാം ഏതാണ് ലെക്ചർ മെത്തേഡ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡെഫിനിഷനായിട്ട് ഡയറക്റ്റായിട്ടും ചോദിച്ച് കാണുന്നുണ്ട്. സോ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കും ഈ ഒരു പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമ്മുടെ ടെസ്റ്റുകളാണ്. ഷുവർ ഷോട്ടാണ് കേട്ടോ. എന്തായാലും ടെസ്റ്റുകളെല്ലാം നമുക്ക് എക്സാം ഉറപ്പായും ചോദിക്കുന്നതാണ്. നമുക്ക് സൈക്കോളജിയിലും ചോദിക്കും, നിങ്ങളുടെ പെഡഗോജിയുടെ സബ്ജക്റ്റിൻ്റെ അകത്തും ജനറലായിട്ട് എല്ലാം ചോദിക്കും കേട്ടോ. അപ്പോൾ നോക്കൂ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എ ടെസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് ഡിഫിക്കൽട്ടി. ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ സെയിം ഡയലോഗിൽ നമുക്ക് എക്സാം ചോദിച്ചു കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നവരെ ശ്രദ്ധിക്കുക. എ ടെസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ചിൽഡ്രൻ സോ ആസ് ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ് ഈസ് കോൾഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പോൾ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി, അതിനുശേഷം ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കിയാൽ മാത്രം പോരെ, എന്ത് ചെയ്യണം, അവർക്ക് അതിന് പറ്റി പരിഹാരം കൂടി കൊടുക്കണം അല്ലേ. ടു ഫോളോ റെമഡിയൽ മെഷേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ, ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്തെങ്കിലും
പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരുമ്പോൾ നമ്മൾ ഡയഗ്നോസിസ് സെൻറ്ററിലോട്ട് പോകും. സോ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഡയഗ്നോസ് ചെയ്യണം അല്ലേ. സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. എക്സാം ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന പോയിൻറ്റ്സ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓൺ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് തന്നെയാണ് ദാറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇതൊരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. കാരണം ടീച്ചർക്ക് ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ പ്രോബ്ലം മനസ്സിലാക്കും, ടീച്ചർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇത് മനസ്സിലായില്ല, അപ്പോൾ എന്തായിരിക്കും കാരണം, അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യണം, ആ ഒരു മെത്തേഡ് മാറ്റി വേറെ മെത്തേഡിൽ പഠിപ്പിക്കണം എന്ന രീതിയിൽ ടീച്ചർക്ക് അല്ലേ ആ ഒരു ഫീഡ്ബാക്ക് ടീച്ചർക്ക് കിട്ടുന്നതോട് കുറച്ചും കൂടി ഒരു ക്ലാസ് റൂം ടീച്ചിങ് ഒന്നും കൂടി ഇഫക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നതാണല്ലേ. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ് ആൻഡ് ഓൾസോ ഫോർ സ്റ്റുഡൻസ് ഫോർ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത് കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് എസ്പെഷ്യലി കണ്ടക്റ്റഡ് ഫോർ റിമൂവിങ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ലേൺ. അപ്പോൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് സ്പെഷ്യലി കണ്ടക്റ്റഡ് ഫോർ റിമൂവിങ് ദ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ലേണേഴ്സ്. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുക എന്നാണ് മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എന്തിന് ഇമ്പോർട്ടൻസ് ഇല്ല, ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡസ് നോട്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി മാർക്സ്, ഗ്രേഡിംഗ്, റാങ്കിങ് ആൻഡ് പ്ലേസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, മാർക്കിനോ ഗ്രേഡിങ്ങിനോ റാങ്കിനോ പ്ലേസ്മെൻറ്റിനോ ഒന്നും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്താണ് മെയിൻ ലക്ഷ്യം, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കുക, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെമഡിയൽ ടീച്ചും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക കേട്ടോ. അല്ലാതെ കുട്ടികളെ ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കിങ്ങിന് വേണ്ടിയിട്ടോ അങ്ങനെ രീതിയിലല്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇറ്റ് എയിംസ് ഓൺലി അറ്റ് ഐഡൻറ്റിഫൈയിങ് ഡിഫിക്കൽട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എക്സാമിന് സമയം ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോകുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ അടുത്ത് നോക്കാം, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഓർ അഡ്മിനിസ്ട്രേറ്റഡ് ആൺ സ്റ്റുഡൻസ് ടു മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കംസ്. അപ്പോൾ പേര് പോലെ തന്നെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അച്ചീവ് ചെയ്ത് കുട്ടികൾ എത്രമാത്രം അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ആ ലേണിംഗ് ഔട്ട്കംസ് എത്രമാത്രം കുട്ടികൾ കിട്ടി എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അറ്റംപ്റ്റ് ടു മെഷർ വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ലേൺഡ്. അപ്പോൾ കുട്ടി എത്രമാത്രം ലേൺ ചെയ്തു അല്ലേ, ആ സംഭവം മെഷർ ചെയ്യാനാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. പ്രസൻറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ഓർ സിംപ്ലി ഹൗ മച്ച് എ സ്റ്റുഡൻസ് ഹാസ് അച്ചീവ്ഡ്. കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ഇതും സെയിം ഡയലോഗ് നമുക്ക് എക്സാമിന് ചോദിച്ച സംഭവമുണ്ട്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റഡ് ഓൺ സ്റ്റുഡൻസ് ടു മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കം മെഷർ ചെയ്യാൻ വേണ്ട ടെസ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നത് ഏതാണ്. അപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയാം, എത്രമാത്രം ലേണിംഗ് ഔട്ട്കം എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ട്കമാണ്. സോ കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ ദാറ്റ് ഈസ് എന്താണത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ മാർക്സ് അല്ല, കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാർക്സോടെ ഇമ്പോർട്ടൻസ് ആണല്ലോ. സോ മാർക്സ് കോഡ് ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ കൺസിഡേർഡ്, അല്ലെങ്കിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെയിൻ ഫംഗ്ഷൻസ്, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ മുമ്പത്തെ ഡയഗ്നോസ്റ്റിക്കിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഐഡൻറ്റിഫൈങ് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രേഡിങ്ങിനും റാങ്കിങ്ങിനും പ്ലേസ്മെൻറ്റിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ, ഒന്നുകൂടി പറയാം. കൂടെ തന്നെ പഠിച്ചു പോവുക, കാരണം എക്സാമിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇരുന്ന്, കാരണം നമ്മുടെ മെയിൻ സബ്ജക്റ്റ് മറ്റൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, റിവിഷൻ ചെയ്യാനുണ്ടാവും. സോ അപ്പോൾ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് ഓൺ സ്റ്റുഡൻസ് ടു മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കംസ്. ഇത് മതി കേട്ടോ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് മെഷർ ദെയർ ലേണിംഗ് ഔട്ട്കം ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൗ മച്ച് എ സ്റ്റുഡൻറ്റ് ഹാസ് അച്ചീവ്ഡ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ എന്താണ്, മാർക്സ് കോഡ് ഇൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ഫംഗ്ഷൻസ് ആർ എന്താണ്, ഗ്രേഡ് ചെയ്യാനും റാങ്കിങ് ചെയ്യാനും പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണെന്ന് ഓർക്കുക. ഇനി അടുത്തതാണ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്? സിമ്പിൾ ആണ് കേട്ടോ. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ആൻഡ് പ്രിഡിക്റ്റ് ഫ്യൂച്ചർ കരിയർ പ്രിഡിക്റ്റ് ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെസ്റ്റ് വിച്ച് ഈസ് ഡിസൈൻ ടു പ്രിഡിക്റ്റ് ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ലൈക്ലി ടു ഡു ഓർ പെർഫോം ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ കുട്ടിക്ക് എത്രമാത്രം ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയില്ല, അതിനനുസരിച്ച് നമുക്ക് കരിയറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓർക്കുക, പ്രോഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ എന്ന് ഓർത്താൽ മതി കേട്ടോ. ഫോർ എസ്റ്റിമേറ്റിംഗ് ആൻഡ് പ്രിഡിക്റ്റിംഗ് ദി ഫ്യൂച്ചർ കരിയർ ആണ് എന്ന് ഓർത്താലും മതി. അല്ലെങ്കിൽ ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ലൈക്ലി ടു ഡു ഓർ പെർഫോം ഇൻ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ കുട്ടി എത്രമാത്രം ഷൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തിനാണ്,
ഐഡൻറ്റിഫൈങ് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ലേണിംഗ് ഔട്ട്കംസ് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്തു എന്ന കാര്യം നോക്കാനാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഫ്യൂച്ചർ കരിയറിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ ഈ പറഞ്ഞത് ഒന്നും കൂടി സമ്മപ്പ് ചെയ്യാണ്, ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതും കൂടി പറയാം കേട്ടോ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫൈൻഡ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദ ലേണർ, അതിനുശേഷം എന്തായിരുന്നു? റെമഡിയൽ ടീച്ചിങ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. നമുക്കറിയാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് നമുക്ക് അത് പറയാം. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സിൽ നടത്തുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, അപ്പോൾ ഓർക്കുക ഇവിടെയും 4 ഇവിടെയും 4. മിക്കവാറും തെറ്റിക്കുന്ന ആൾക്കാരാണ് കേട്ടോ, കൂടുതൽ പേരും തെറ്റിക്കുന്ന സംഭവമാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണെങ്കിൽ അത് ഫോർമേറ്റീവ് ഇവാലുവേഷനാണ്. അത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയും. എന്ത് പറയും? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയും. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ അതാണ് അവസാനം, എൻഡ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ് ഫോർമേറ്റീവ് ആണെങ്കിൽ സമ്മേറ്റീവ് എൻഡ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സാണ്. അത് നമ്മൾ പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, ദെൻ CCE ഓർക്കുക, ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ആണ്, ഇൻക്ലൂഡ് സ്കോളാസ്റ്റിക് ആൻഡ് കോ സ്കോളാസ്റ്റിക് ഏരിയാസ്. ഈ നമ്മുടെ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലും ഓഫ് ലേണിംഗും വരുന്ന ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചതാണ്, അതും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, പോകാം. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഞാൻ പറഞ്ഞു. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? 4ഉം 4ഉം ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആണ്. അപ്പോൾ എപ്പോഴാണ് നടക്കുന്നത്? ഒക്കോഴ്സ് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്, അതാണ് ഫോർമേറ്റീവ് ആണ്. ഇങ്ങനെ ഹിൻഡായി നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലാസ് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏതിൽ പെടും? ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ പെടും. അപ്പോൾ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നതെല്ലാം എന്താണ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്, അത് ഫോർമേറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്താണ്? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഞാൻ പറഞ്ഞു സമ്മേറ്റീവ് ആണെന്ന്. അപ്പോൾ ദാറ്റ് മീൻസ് വാട്ട് ദ സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്. എന്തിനാണ് ഈ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ചെയ്യുന്നത്? കുട്ടി എന്ത് ലേൺ ചെയ്തു എന്നുള്ള കാര്യം നോക്കാം അല്ലേ. സോ സമ്മേറ്റീവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലേണിംഗ് കോഴ്സ് നടക്കുന്നതാണ്. സോ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു സർട്ടിഫൈ സ്റ്റുഡൻറ്റ് കോമ്പീറ്റൻസ്. കുട്ടികളുടെ കോമ്പീറ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടു ഗിവ് സ്കോർ കാർഡ്, അല്ലെങ്കിൽ സ്കോഴ്സും ഗ്രേഡും എല്ലാം പ്രൊവൈഡ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഈ അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഈ ടേം ടെസ്റ്റുകൾ എല്ലാം തന്നെ ഈ പറഞ്ഞ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു ടേം എൻഡ് ടെസ്റ്റാണെന്ന് വിചാരിക്കുക. ടേം എൻഡ് ടെസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്നിങ്ങനെ നമുക്ക് ഓപ്ഷൻസ് തരും. അപ്പോൾ നമുക്കറിയാം ടേം എൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എൻഡിലൊക്കെ വരുന്നത് എന്താണത്? നമ്മുടെ സമ്മേറ്റീവ് ആയിട്ട് വരുന്ന സംഭവമാണ് അല്ലേ. അതുകൊണ്ട് അത് ഏതിൽ പെടും? നമ്മുടെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ വരുന്ന എന്ന് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഓർക്ക് ഇതൊരു സെൽഫ് അസസ്മെൻറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മോണിറ്ററിങ് അവർ ഓൺ ലേണിംഗ്. നമ്മളുടെ തന്നെ ലേണിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റഡ് ആണ്. അസസ് സ്റ്റുഡൻസ് ഓൺ ലേണിംഗ്, കുട്ടികളുടെ ഓൺ ലേണിങ്ങിനെ അസസ് ചെയ്യുന്നതാണ്. അപ്പോൾ ദെൻ സെൽഫായിട്ടുള്ളൊരു സെൽഫ് ഡയറക്റ്റഡ് സെൽഫ് അസസ്മെൻറ്റ് ആയിട്ട് വരുന്നതാണ് ആസ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക ആസ് വെർബ് എസ് ഇല്ലേ, അപ്പോൾ സെൽഫാണ്, സെൽഫ് അസസ്മെൻറ്റ് ആണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മോണിറ്ററിങ് ഓഫ് ഓൺ ലേണിംഗ്, സ്വന്തം തൻ്റെ ലേണിങ്ങിനെ വിലയിരുത്തലാണ് വരുന്നത്. സോ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സാണ്. എക്സാമ്പിൾസ് ഫോർമേറ്റീവിൽ വരുന്ന ഏതൊക്കെയാണെന്ന് അവർ ഓർത്ത് വയ്ക്കുക. അസസ്മെൻറ്റ് എന്താണ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് ഫോർമേറ്റീവ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്സാണ്, അത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ് വരിക. ദെൻ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ആസ് പറയുമ്പോൾ എസ് സെൽഫ് അസസ്മെൻറ്റ് ആണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ മോണിറ്ററിങ് ഓഫ് ഓൺ ലേണിംഗ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കേറ്റഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ സനാസ് എഡ്യൂട്ടിവ്സ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യം നമുക്ക് കേത്ര ഒന്നും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഇല്ല, ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ എന്ന് പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ഓർഡറിൽ നമുക്കറിയാം അഡോൾസൻറ്റ് സൈക്കോളജി വരെയാണ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്ക് ഇമ്പോർട്ടൻ്റ് കുറേ ഒരു 10,000 ക്വസ്റ്റ്യൻസിൽ ഒരു 1000-2000 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്നും
ക്വസ്റ്റ്യൻസ് വന്നതിൽ വലിയ കാര്യമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു എനിക്ക് വേണമെങ്കിൽ ഒരു 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. ആ 1000 ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യം ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ സാധാരണ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ സംഭവം ഈ ഒരു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ അഡോൾട്ട്സ് സൈക്കോളജി നമ്മൾ സിലബസ് തുടങ്ങുന്നത് ആ ഒരു രീതിക്ക് തന്നെ കേട്ടോ, ആ ഒരു ഭാഗമായി ചോദിക്കാൻ സാധ്യതയുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പിക് നമുക്കറിയാം ഇമ്പോർട്ടൻസ്. ആ ഒരു രീതി ആ ഒരു ടോപ്പിക്കിൽ നിന്നും വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ദാറ്റ് മീൻസ് പോസിബിളായിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്കിനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അങ്ങനെ ഒരു ഓർഡറിൽ പോകുന്ന ഒന്നാണ്. ഏകദേശം ഒരു 300 ക്വസ്റ്റ്യൻസും ഏകദേശം ഹൈലി ഓർഡറാണ്. അതിനുശേഷം ആ ഒരു 100 ക്വസ്റ്റ്യൻസോടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്റ്റ്യൂഡ് ടൈപ്പ് വരുന്ന ഒരു മിക്സഡായി വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതിക്ക് 400 ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് കേട്ടോ. അപ്പോൾ വേണം എന്നുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. 7907406007 നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ചെറിയൊരു പേയ്മെൻറ്റ് 99 റുപ്പീസാണ് വരുന്നത്, പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സർവീസ് ടീച്ചേഴ്സിൻ്റെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം സർവീസിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കേറ്റഡ് സ്പെഷ്യൽ എക്സാം ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മുഴുവനായിട്ടും വന്നത് കേട്ടോ. മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച രീതി ഈ ക്വസ്റ്റ്യൻ ബാങ്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇനിയിപ്പോൾ ഇതുപോലെ ഇത്ര സിമ്പിൾ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ രീതിയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ഒത്തിരി പേര് കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ PDF വാങ്ങിച്ചവരൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻസ് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നൊക്കെ. എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ അത്തരം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ആയിക്കോട്ടെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് പോയത് കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അത് കറക്റ്റായി പഠിച്ചു പോയത് കൊണ്ടാണ് ഈസി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒരു എക്സാമും അങ്ങനെ തന്നെ ആവണം എന്നില്ല കേട്ടോ. കാരണം നമുക്കറിയാം സർവീസ് ടീച്ചേഴ്സ്, അപ്പോൾ ടീച്ചർമാർ ജോലി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മേ ബി ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഇട്ടതാവുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാർ കോമൺ സെൻസ് വെച്ച് നോക്കുമല്ലോ. കാരണം ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കേട്ടിട്ടില്ലാത്ത ടീച്ചേഴ്സിനെല്ലാം നമ്മുടെ കോടതി വിധിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ജോലി പോകുന്ന ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും കേട്ടിട്ട് എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഒന്ന് ക്രോസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി നമ്മുടെ പരീക്ഷ പോകുമ്പോൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുമെന്ന് അറിയില്ല. ഞാനും ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ആ ഒരു രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വരണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പഠിക്കുന്ന ആ ലെവലിൽ തന്നെ പോവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് വരട്ടെ. എന്നാലും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം തന്നെയുള്ളൂ. ഈസി ആയിട്ട് വരണമെന്നാണ് എല്ലാവർക്കും, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആവണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ നമുക്ക് അത് മാത്രം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇന്നലെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരാഴ്ചയെ നമ്മുടെ പരീക്ഷണം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് മാത്രം അങ്ങനെ കുറച്ച് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പഠിച്ച് പോകരുത് എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണോ സ്റ്റഡി ആയിട്ട് പഠിച്ചു പോകുന്നവരുടെ ആ ഒരു രീതിക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ ഈ ഒരു നമ്മുടെ എക്സാം കഴിഞ്ഞ ആ ഒരു എക്സാമിൻ്റെ രീതിക്ക് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. ആ ഒരു രീതിക്ക് നമുക്ക് എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പർ വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദെൻ നമുക്കിനി അടുത്തത് ഒരു വലിയൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഞാൻ ഏത് സമയം വേണമെങ്കിലും ചാനൽ കണ്ടൻറ്റ് റെഡി ആവുന്നുള്ളൂ ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ള സംഭവം പഠിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി ബാക്കി വിശേഷം 1-2 ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ എത്ര ക്ലാസ് വരുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ഒരു 3-4 മാക്സിമം ഒരു 5 ദിവസത്തിനുള്ളിൽ കേട്ടോ. അത്രയൊന്നും പോകത്തില്ല. എന്തായാലും പറ്റാവുന്ന രീതിയിൽ മാക്സിമം തന്നെ ഈ ഒരു സംഭവം ഞാൻ തീർത്ത് തരാം നിങ്ങൾക്ക്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഭാഗവും നിങ്ങൾക്ക് സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് അതോടെ വിടരുത്. നമുക്ക് അതിനുശേഷം എന്ത് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ട കോമൺ പെഡഗോജിയുടെ എക്സാം, നമുക്കൊരു മോഡൽ എക്സാം അല്ലെങ്കിൽ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൃപ്തിയായിട്ടോ. അപ്പോൾ നമുക്ക് സമാധാനമാവും. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഈ ഒരു ടോപ്പിക്കെല്ലാം കവർ ചെയ്ത ശേഷം ഞാൻ
ആ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരാം കേട്ടോ. അതും കൂടി ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ മോഡൽ എക്സാം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മോഡൽ എക്സാം ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ഈ നമ്മുടെ കഴിഞ്ഞ സർവീസ് ടീച്ചർ എക്സാമിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ നവംബർ 2024 ഒരു ക്വസ്റ്റ്യൻ ഒരു നമ്മുടെ ഒരു ഫോളോവർ പ്രത്യേകിച്ച് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു കണക്റ്റഡ് ഫാക്റ്റ് ആയിട്ട് ലാറ്റൻ ലേണിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഗ്നിറ്റീവ് മാപ്പ്, ടോൾമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭാഗം സെയിം ക്വസ്റ്റ്യൻ ഇന്ന് നമ്മളത് കഴിഞ്ഞ നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആക്ച്വലി ഇന്നലെ നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നെറ്റ് ഇഷ്യൂസ് കൊണ്ട് ക്ലാസ് അപ്ലോഡ് ആവാൻ വൈകിപ്പോയി. ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണിക്ക് ശേഷം എങ്ങാണ്ടാണ് ഞാൻ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയത്. അപ്പോൾ അന്നേരം തന്നെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട്. അതിന് ശേഷമാണ് ശരിക്കും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ സർവീസ് ടീച്ചറെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണുന്നത് സെയിം തന്നെയാണ് കേട്ടോ. സെയിം ആ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്ന് പറയുമ്പോൾ ചിലർ എന്ത് ചെയ്യുന്നതോ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെക്കും. സെയിം ക്വസ്റ്റ്യൻ പഠിച്ചു നമുക്കറിയാം സെയിം ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല കേട്ടോ. അതുമായി റിലേറ്റ് ചെയ്തതായിരിക്കും വരും. അപ്പോൾ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്നും ഞാൻ ചെയ്യുന്നതാണ് സെയിം സംഭവമല്ല, പകരം കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് ചോദിച്ച അവസ്ഥയ്ക്ക് ഇത് ചോദിക്കാം എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അങ്ങനെയാണ്, ലെവലൊക്കെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിക്ക് തന്നെ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സെയിം സംഭവമൊക്കെ വന്നു. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്കും ഒരു ഈസി അവിടെ നിങ്ങളുടെ എക്സാമും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന ക്ലാസ്സസ് മാക്സിമം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രൈബർ നമ്പർ കൂടുമ്പോൾ എനിക്കും വളരെ സന്തോഷവും, നമ്മൾ ഇത്രയും പേര് നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അതുപോലത്തെ ഒരു ചാനൽ നിങ്ങൾ കാര്യം പറയുക. ദെൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരാൻ പറ്റിയെന്നില്ല, കാരണം എനിക്കൊരു കുഞ്ഞാവയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായി റിപ്ലൈ തരാൻ പറ്റിയ ടൈമിൽ റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. എന്നാൽ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിച്ചു പോവുക. ദെൻ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. പ്ലേലിസ്റ്റ് നോക്കുക. ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മോഡൽ എക്സാം കൂടി നമുക്ക് ചെയ്യണം കേട്ടോ. ഒന്നല്ല, പറ്റുമെങ്കിൽ 1-2 മോഡൽ എക്സാം നമുക്ക് സൈക്കോളജി ചെയ്യണം. അപ്പോൾ എല്ലാവരും പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് എപ്പോഴൊന്നും പറയില്ല. ചിലപ്പോൾ ഇന്ന് ചെയ്യും, ചിലപ്പോൾ ഞാൻ രാവിലെ ചെയ്യും. അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ കീപ്പ് വാച്ചിങ്. താങ്ക് യു.